വരട്ടെ, അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ഇപ്പോഴത്തെ ഓപ്പറേഷൻ തൂഫാനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിനകത്തിൽ അന്ന് നവകേരള യാത്രയ്ക്ക് ഇടയിലുണ്ടായ സംഭവം വളരെ നിർഭാഗ്യകരമായി. അല്ല, ഇത്തരം കുറ്റകൃത്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ നടപടി ഉണ്ടാകും. ഇപ്പോൾ ആലപ്പുഴയിലെ സംഭവമാണ് പുതുതായി ഏറ്റവും പ്രധാനമായും വന്നത്. ആ സംഭവത്തിൽ അപ്പോൾ തന്നെ SIT രൂപീകരിച്ച്, കോടതി പറഞ്ഞിട്ടില്ല, ഞങ്ങളല്ല, രാഷ്ട്രീയമായി ചെയ്തതല്ല, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിന് ശേഷം SIT രൂപീകരിച്ച 2 വർഷം കാത്തിരുന്നു. ക്യാബിനറ്റ് തീരുമാനിച്ചു SIT രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ. അപ്പോൾ തന്നെ DGP SIT രൂപീകരിച്ചു. ഇപ്പോൾ എനിക്കതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ, കാരണം റിപ്പോർട്ട് വരാതെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ എന്നെ SIT രൂപീകരിച്ച് ഞാനങ്ങ് ചെയ്താൽ പോലെ, അതല്ലല്ലോ. അപ്പോൾ നമ്മൾ SIT രൂപീകരിച്ച് വ്യവസ്ഥാപിതമായ നിലയിലാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത്. അതൊക്കെ നമ്മൾ ചെയ്യും. ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് സൈബർ ഡോം ആരംഭിച്ചത്. അതൊക്കെ നമ്മൾ ശക്തിപ്പെടുത്തും. അതുപോലെ തന്നെ പോലീസിൻ്റെ എണ്ണം കുറവാണ്, പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അല്ലേ 1:9 ആണ് അല്ലേ. വേക്കൻസി ഇല്ലെങ്കിൽ തന്നെ ആവശ്യമുണ്ട്, വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. അത് ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ സമീപനം വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടും. അതിനകത്ത് ആര് എന്ത് എന്നുള്ള പ്രശ്നമില്ല. കാര്യം അവിടെ കിടന്നോട്ടെ, ഇപ്പോൾ കെട്ടി വലിച്ചുകൊണ്ട് പോയില്ലേ. എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാനുണ്ട്. 50 വർഷമായി നടക്കുന്ന ഒരു കേസാണ്. ഈ 50 വർഷമായി നടക്കുന്ന ഒരു കേസ്, അതിൽ തന്നെ 15 തവണ കോടതിയെ ഇവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അത് പരാജയമാണ്. കാരണം അതിനകത്തുള്ളൊരു പ്രശ്നം, പണ്ടൊക്കെ SIമാർക്കായിരുന്നു സ്റ്റേഷൻ്റെ ചുമതല. അപ്പോൾ അവർ അഭിമാനപൂർവ്വം ഒരു SI അവിടെ സ്റ്റേഷനിൽ ജോലി ചെയ്യുമായിരുന്നു. CIയുടെ ജോലി എന്താ? 3-4 സ്റ്റേഷൻ്റെ നിരീക്ഷണമായിരുന്നു. അതും നഷ്ടപ്പെട്ടു. DYSPയുടെ ചുമതല എന്താണ്? 9ഓളം പോലീസ് സ്റ്റേഷനുകളുടെ നിയന്ത്രണമാണ്. അപ്പോൾ അത് പോലീസിങ്ങിൽ അത് കാര്യമായ ഗുണം ചെയ്തിട്ടില്ലെന്നാണ് ഞാനടക്കം പലരുടെയും വിലയിരുത്തൽ. എന്നാലും ഒരു പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്, നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പെട്ടെന്ന് തീരുമാനിക്കേണ്ടതല്ല. അത് പരിശോധിക്കാം. അല്ല, ആരും പരാതി നൽകിയായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട്. ഏതായാലും ആ കാര്യം വിശദമായി പരിശോധിക്കാം. അത് ഞങ്ങൾ ഉന്നയിച്ചു. അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്തല്ലോ. സ്ട്രോങ് റൂം എന്തുകൊണ്ട് തുറക്കാൻ പാടില്ല, അവസാനം നിർദ്ദേശം കൊടുത്തല്ലോ ഒന്നും ചെയ്യേണ്ടത്. താങ്ക് യു വെരി മച്ച്.